ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അടുത്ത 25 വർഷം രാജ്യത്ത് അമൃതകാലമായിരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ദേശീയ യുവജനോത്സവം നാസിക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറും പ്രതിരോധം, വ്യാപാരം, പ്രാദേശിക വെല്ലുവിളികൾ എന്നീ വിഷയങ്ങളും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കുമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ലണ്ടനിൽ ചർച്ച നടത്തി. കർഷകരെ പോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലുള്ള സംവിധാനങ്ങൾ ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല. കേന്ദ്ര വികസനക്ഷേമ പദ്ധതികൾ വിശദീകരിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പുരോഗമിക്കുന്നു. മൊഹാലിയിൽ ഇന്ന് നടക്കുന്ന T20 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ദേശീയ യുവജനോത്സവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് രാജ്യത്തെ യുവാക്കളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. സ്വാമി വിവേകാനന്ദന്റെ ആശയങ്ങളെയും ചിന്തകളെയും ആദരിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജനുവരി 12 എല്ലാ വർഷവും ദേശീയ യുവജന ദിനമായി ആഘോഷിച്ചു വരികയാണ്. എന്റെ ഭാരതം വികസിത ഭാരതം at 2047 യുവാക്കൾ യുവജനങ്ങൾക്കായി എന്നതാണ് ഈ വർഷത്തെ ദേശീയ യുവജനോത്സവത്തിന്റെ പ്രമേയം. യുവജന ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ നിന്നുൾപ്പെടെ 750 ജില്ലകളിൽ നിന്നുള്ള 88,000-ലധികം സന്നദ്ധ പ്രവർത്തകർ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും. റോഡ് സുരക്ഷാ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, പ്രാഥമിക രക്ഷാപ്രവർത്തനത്തിനുള്ള പരിശീലനം, രക്തദാന ക്യാമ്പ്, അങ്കണവാടി സന്ദർശനം തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നടക്കും. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അടുത്ത 25 വർഷം രാജ്യത്ത് അമൃതകാലമായിരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ലോകത്തെ ഏറ്റവും മികച്ച 3 സമ്പദ് വ്യവസ്ഥകളിൽ ഇന്ത്യ ഉൾപ്പെടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ പുരോഗതിയുടെ പാതയിലാണെന്നും ഗാന്ധിനഗറിൽ 10ാമത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. സുസ്ഥിരതയുടെ നെടുംതൂണായി ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ശുദ്ധ ഊർജ്ജം, ഹരിത ആവാസ വ്യവസ്ഥ, വ്യവസായ മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങളുടെ സുസ്ഥിരത, അത്യാധുനിക വൈദഗ്ധ്യം എന്നിവ വികസിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ശ്രീ മോദി ആവർത്തിച്ചു. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയുടെ 10ാം പതിപ്പോടെ UAEയും ആഫ്രിക്കയുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ദൃഢമായതായും പ്രധാനമന്ത്രി പറഞ്ഞു. വികസനത്തിന്റെ യഥാർത്ഥ കവാടമെന്ന് വൈബ്രന്റ് ഉച്ചകോടിയെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഡിജിറ്റൽ മേഖലയിലെ വിപ്ലവകരമായ പരിവർത്തനത്തിനും റോഡ്, റെയിൽ, ജലം, വ്യോമ അടിസ്ഥാന സൌകര്യങ്ങളുടെ വിപുലീകരണത്തിനും ഇന്ത്യ സാക്ഷ്യം വഹിക്കുകയാണെന്നും അഭിപ്രായപ്പെട്ടു. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, മൊസാംബിക് പ്രസിഡന്റ് ഫിലിപ്പ് നിയൂസി, തിമോർ പ്രസിഡന്റ് ലെസ്തേ ജോസ് റാമോസ് ഹോർത്ത, കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ എന്നിവരും 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വ്യവസായ പ്രതിനിധികളും ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമായി. ആഗോള വ്യവസായ നേതാക്കളുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കുമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ലണ്ടനിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, പ്രാദേശിക വെല്ലുവിളികൾ എന്നിവ ചർച്ചാ വിഷയമായി. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറും ചർച്ച ചെയ്തു. UK ഇന്ത്യ പ്രതിരോധ സമ്മേളനത്തിൽ വ്യവസായ പ്രമുഖരുമായും CEOമാരുമായും അദ്ദേഹം സംവദിച്ചിരുന്നു. UKയുമായുള്ള സഹകരണം വർദ്ധിപ്പിച്ച് സമ്പന്നമായ പങ്കാളിത്തമാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. UKയുമായുള്ള നിക്ഷേപ സാങ്കേതിക സഹകരണം സ്വാഗതം ചെയ്യുന്നതായി രാജ്യരക്ഷാമന്ത്രി അറിയിച്ചു. നൈപുണ്യ, മാനവ വിഭവശേഷി, ശക്തമായ നേരിട്ടുള്ള വിദേശ നിക്ഷേപം, വ്യാപാര അനുകൂല ആവാസ വ്യവസ്ഥ തുടങ്ങിയവയുമായി ഇന്ത്യ സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലണ്ടനിൽ അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. മത്സ്യത്തൊഴിലാളികൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വിതരണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല. പശ്ചിമബംഗാളിൽ 12ാമത് സാഗർ പരിക്രമ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരെ പോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും കാർഡിലൂടെ ഗുണം ലഭിക്കുമെന്നും മത്സ്യങ്ങൾ ഉണക്കുന്നതിൽ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന വെല്ലുവിളികൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത് ഭാരത് സങ്കല്പ് യാത്ര കശ്മീർ താഴ്വരയിൽ പുരോഗമിക്കുന്നു. കനത്ത തണുപ്പിലും യാത്രയ്ക്ക് വലിയ ജനപങ്കാളിത്തമാണ് ലഭിക്കുന്നത്. 1000-ലേറെ പേരാണ് ഇതുവരെ യാത്രയിൽ രജിസ്റ്റർ ചെയ്തത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ലഭിച്ച ക്ഷണം നിരസിച്ച കോൺഗ്രസ് നേതൃത്വത്തെ BJP വിമർശിച്ചു.
കോൺഗ്രസിന്റെ തീരുമാനത്തിൽ അത്ഭുതമൊന്നുമില്ലെന്ന് പാർട്ടി വക്താവ് നളിൻ കൌലി ന്യൂഡൽഹിയിൽ പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തെ അവഗണിക്കുന്നത് ഹൈന്ദവ ജനതയോടുള്ള വെല്ലുവിളിയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ജമ്മുകശ്മീരിൽ തീവ്രവാദം വേരോടെ നീക്കം ചെയ്യാനും ജനങ്ങൾക്ക് സുരക്ഷിതമായ ജീവിതാന്തരീക്ഷം ഒരുക്കാനും പ്രതിജ്ഞാബദ്ധമാണെന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. സമാധാനവും വികസനവും ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ ഗുണപരമായ മാറ്റം കൊണ്ടുവന്നു. സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയാണ് ലക്ഷ്യമെന്നും വികസിത ഇന്ത്യയിൽ സംഭാവന ചെയ്യാൻ ഓരോ വ്യക്തിയും ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ടെന്നും ശ്രീ മനോജ് സിൻഹ പറഞ്ഞു. 4000 കോടി രൂപയുടെ ദേശീയപാത വികസന പദ്ധതികൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പഞ്ചാബിലെ ഹോഷിയാപൂരിൽ ഉദ്ഘാടനം ചെയ്തു. ഫഗ്വാര ഹോഷിയാപൂർ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള ഭാഗത്തിന്റെ 4 വരി നിർമ്മാണം, ലുധിയാനയിലെ GT റോഡിനെയും നാഷണൽ ഹൈവേ 5നെയും ബന്ധിപ്പിക്കുന്ന 4 വരി ലഥോവൻ ബൈപ്പാസിന്റെ നിർമ്മാണം തുടങ്ങി 29 പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. ദേശീയ റോഡ് സുരക്ഷാ വാരാചരണത്തിന് ഇന്ന് തുടക്കമാകും. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് റോഡ് സുരക്ഷാ സന്ദേശം പ്രചരിപ്പിക്കുകയാണ് വാരാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. 17 വരെ നടക്കുന്ന വാരാചരണത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി നിരവധി പരിപാടികളും ക്യാമ്പയിനുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. കണ്ണൂർ ജില്ലയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര നാളെ സമാപിക്കും. ഇന്ന് രാവിലെ 10:30 പായം പഞ്ചായത്തിലെ മാടത്തിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപവും ഉച്ചയ്ക്ക് ശേഷം അയ്യൻകുന്ന് പഞ്ചായത്തിലെ അങ്ങാടിക്കടവിലും യാത്ര എത്തിച്ചേരും. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് രാവിലെ സിവിൽ സ്റ്റേഷൻ പരിസരത്തും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വെള്ളിമാടുകുന്ന് കാനറ ബാങ്കിന് സമീപത്തും വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് സ്വീകരണം നൽകും. മലപ്പുറം ജില്ലയിൽ ഇന്ന് നിലമ്പൂർ ചന്തക്കുന്നിലും പുതിയ ബൈപ്പാസ് പരിസരത്തും വികസിത് ഭാരത് സങ്കല്പ് യാത്ര എത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 16, 17 തീയതികളിൽ കേരളം സന്ദർശിക്കും. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ജനുവരി 16 വൈകുന്നേരം കൊച്ചിയിലെത്തുന്ന ശ്രീ മോദി റോഡ് ഷോയിൽ പങ്കെടുക്കും. 17 രാവിലെ അദ്ദേഹം ഗുരുവായൂർ സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതോടെ തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഇന്ത്യയിലെ പ്രധാന IT ഹബ്ബായി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ടോറസ് ഡൌൺ ടൌൺ പ്രോജക്ടിന്റെ ഭാഗമായ നയാഗ്ര ബിൽഡിംഗ് ടെക്നോ പാർക്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൊഹാലിയിലെ പഞ്ചാബ് ക്രിക്കറ്റ് അസോസിയേഷൻ IS ബിന്ദ്ര സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കുന്ന T20 മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി ഏറ്റുമുട്ടും. വൈകുന്നേരം 7-നാണ് മത്സരം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ രോഹിത് ശർമ്മയാണ് ടീമിനെ നയിക്കുക. കാഴ്ച പരിമിത വനിതകളുടെ ദേശീയ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് സിയിലെ അവസാന മത്സരത്തിൽ കേരളത്തിന് വിജയം. തമിഴ്നാടിനെ 26 റൺസിന് കേരളം തോൽപ്പിച്ചു. എരുമേലി ചന്ദനക്കുട ഘോഷയാത്ര ഇന്ന്. വാവരുപള്ളി എന്നറിയപ്പെടുന്ന എരുമേലി നൈനാർ മസ്ജിദിൽ നിന്ന് വൈകിട്ട് പുറപ്പെടുന്ന ചന്ദനക്കുട ഘോഷയാത്രയ്ക്ക് വലിയമ്പലത്തിലും ചെറിയമ്പലത്തിനും സ്വീകരണം നൽകും. മന്ത്രി VN വാസവൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ഘോഷയാത്രയ്ക്ക് മുമ്പായി നൈനാർ മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ പേട്ട കെട്ടുന്ന അമ്പലപ്പുഴ സംഘത്തിന്റെ പ്രതിനിധികളും ജമാഅത്ത് പ്രതിനിധികളും മത സാമുദായിക പ്രതിനിധികളും സൗഹൃദ സമ്മേളനം ചേരും. നാളെയാണ് പ്രസിദ്ധമായ എരുമേലി പേട്ടകെട്ട്. എരുമേലി പേട്ടതുള്ളൽ പ്രമാണിച്ച് നാളെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. പൊതുപരിപാടികൾക്കോ പൊതുപരീക്ഷയ്ക്കോ അവധി ബാധകമല്ല. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. തീർത്ഥാടകരുടെ വലിയ തിരക്ക് കണക്കിലെടുത്ത് ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് നിർത്തിവച്ചു. പമ്പ, നിലയ്ക്കൽ, വണ്ടിപ്പെരിയാർ എന്നീ 3 കേന്ദ്രങ്ങളിൽ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മന്ത്രി V ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. അടുത്ത മാസം 17 മുതൽ 26 വരെയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. കുട്ടികളെ ബാധിക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമപ്രവർത്തകർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. ഇരയെ തിരിച്ചറിയാനാകുന്ന വിവരങ്ങൾ റിപ്പോർട്ടിൽ നൽകരുതെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അടുത്ത 25 വർഷം രാജ്യത്ത് അമൃതകാലമായിരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ദേശീയ യുവജനോത്സവം നാസിക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ-UK സ്വതന്ത്ര വ്യാപാര കരാറും പ്രതിരോധം, വ്യാപാരം, പ്രാദേശിക വെല്ലുവിളികൾ എന്നീ വിഷയങ്ങളും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കുമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ലണ്ടനിൽ ചർച്ച നടത്തി.
കർഷകരെ പോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലുള്ള സംവിധാനങ്ങൾ ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പർഷോത്തം റുപാല. കേന്ദ്ര വികസന ക്ഷേമ പദ്ധതികൾ വിശദീകരിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര കേരളത്തിൽ പുരോഗമിക്കുന്നു. മൊഹാലിയിൽ ഇന്ന് നടക്കുന്ന T20 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.